എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ. പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക. വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല. എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക. വീഡിയോ ഉപകാരപ്രദമാണ്, മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നുവെങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. സ്വകാര്യ ഭാഗത്തുണ്ടാകുന്ന അണുബാധയെക്കുറിച്ചാണ് ഈ വീഡിയോ എന്ന് നിങ്ങൾക്ക് പങ്കുവെക്കുന്നത്. അതെ, അസാധാരണമാം വിധം യോനിസ്രവവും അസ്വസ്ഥതകളും സ്ത്രീകൾക്ക് അണുബാധയുടെ ലക്ഷണമാണ്. 75% സ്ത്രീകൾക്ക് ജീവിതത്തിൽ ഒരു തവണയെങ്കിലും അണുബാധ ഉണ്ടാകാറുണ്ട്. യോനിക്ക് സഹജമായ നനവ് നൽകുന്ന വെളുത്ത സ്രവങ്ങളുണ്ട്. എന്നാൽ അണുബാധയുണ്ടാകുമ്പോൾ ഈ സ്രവത്തിന് നിറമാറ്റവും ദുർഗന്ധവും ഉണ്ടാകും. ചിലർ ഇതിനെ അസ്ഥി ഉരുകി പോകുന്നതാണെന്ന് പറയും. എന്നാൽ ഇതിന് അസ്ഥിയുമായി യാതൊരു ബന്ധവുമില്ലെന്നാണ് ഓർക്കേണ്ടത്. അതിലൊന്നാമതായി ഈസ്റ്റ് ഇൻഫെക്ഷൻ അഥവാ കാൻഡിഡിയാസിസ്. സ്ത്രീകളിൽ സാധാരണയായി കണ്ടുവരുന്ന ഒരു അണുബാധയാണ് ഈസ്റ്റ് ഇൻഫെക്ഷൻ. ഒരുതരം ഫംഗൽ ഇൻഫെക്ഷനാണിത്. പ്രധാനമായും സ്ത്രീകളിലാണ് ഇത് കൂടുതലായും കണ്ടുവരുന്നതെങ്കിലും ലൈംഗിക ബന്ധത്തിലൂടെ പുരുഷന്മാരിലേക്കും ഈ ഫംഗസ് പകരാനുള്ള സാധ്യതയുണ്ട്. ഈസ്റ്റ് വാഗിനൈറ്റിസ്, കാൻഡിഡൽ വാഗിനൈറ്റിസ് അല്ലെങ്കിൽ കാൻഡിഡൽ വൾവോ വാജിനൈറ്റിസ് എന്നെല്ലാം വിളിക്കുന്ന കാൻഡിഡ ഫംഗസിന്റെ സ്വകാര്യ ഭാഗങ്ങളിലെ അമിത വളർച്ച മൂലമാണ് സാധാരണയായി ഇതുണ്ടാകുക. വലിയ രീതിയിൽ അപകട സാധ്യതകൾ വരുത്തിവെക്കുന്ന ഒന്നല്ലെങ്കിൽ പോലും ഇത് തികച്ചും അസ്വസ്ഥത ഉണ്ടാക്കുന്ന ഒരു രോഗാവസ്ഥയാണ്. മിക്ക ആളുകളിലും ഇത് വേദനയും അസ്വസ്ഥതയും ഉണ്ടാക്കുക മാത്രമല്ല, ഒരു വ്യക്തിയുടെ ദൈനംദിന ജോലികളെ ബുദ്ധിമുട്ടിലാക്കി തീർക്കുകയും ചെയ്യുന്നുണ്ട്. അസഹനീയമായ ചൊറിച്ചിലും പ്രകോപനങ്ങള്, വീക്കം, തൈര് പോലെയുള്ള സ്രവം, യോനി ഭാഗത്ത് പെട്ടെന്നുണ്ടാകുന്ന ചുവപ്പ് നിറം, ദുർഗന്ധം എന്നിവയെല്ലാം ഈ അണുബാധ ഉണ്ടാക്കുന്ന അസ്വസ്ഥതകളാണ്. യോനി ഭാഗത്ത് ഈ അണുബാധ ഉണ്ടാകുവാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് കൂടി പറയാം. അതിലൊന്നാമതായി അലർജി, അതുപോലെ മറ്റു അണുബാധകൾ, സ്ത്രീ ഹോർമോണായ ഈസ്ട്രജന്റെ കുറവ്, അതുപോലെ സുഗന്ധമുള്ള സോപ്പ്, യോനി സ്പ്രേകൾ, വാഷുകൾ തുടങ്ങിയ ഉൽപ്പന്നങ്ങളുടെ അമിതമായ ഉപയോഗം, അല്ലെങ്കിൽ ലൈംഗിക ബന്ധത്തിലൂടെ ട്രീറ്റ്മെന്റ് എങ്ങനെയാണെന്ന് അതൊക്കെ ഉണ്ടാകും. എന്നാൽ മെഡിസിൻ ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നത് ആന്റിഫംഗൽ വജൈനൽ ഓയിൻമെന്റ്, വജൈനൽ സപ്പോസിറ്ററി, ക്യാപ്സ്യൂൾ എന്നിവയൊക്കെയാണ്. ഇവയോടൊപ്പം വജൈനൽ പ്രൊബയോട്ടിക്സും നൽകാറുണ്ട്. ആരോഗ്യകരമായ ഭക്ഷണ പദ്ധതി ആവിഷ്കരിക്കുക, ശരിയായ വ്യക്തിശുചിത്വം പാലിക്കുക, ദഹനം മെച്ചപ്പെടുത്തുക എന്നിവയെല്ലാം ഈ ഘട്ടത്തിൽ ആവശ്യമായ കാര്യങ്ങളാണ്. രണ്ടാമതായി ബാക്ടീരിയൽ വജൈനോസിസ്. വെളുത്തതോ ചാര നിറത്തോടു കൂടിയതോ ആയ ദുർഗന്ധമുള്ള ഒരു സ്രവമാണ് ഇതിന്റെ ആദ്യ ലക്ഷണം. ഇവ യോനിഭിത്തിയിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന തരം ഒരു സ്രവമായിരിക്കും. ഇത് ചെറുപ്രായത്തിലേ ഉള്ള ലൈംഗിക ബന്ധം അല്ലെങ്കിൽ പുകവലി, ഗർഭനിരോധന മാർഗങ്ങളുടെ ഉപയോഗം, ഒന്നിലധികം ലൈംഗിക പങ്കാളികൾ, ആർത്തവ സമയത്തെ ലൈംഗിക ബന്ധം എന്നിങ്ങനെയാണ് കാരണങ്ങൾ. അണുബാധ വന്നു കഴിഞ്ഞാൽ വീര്യം കൂടിയ സോപ്പ് ഉപയോഗിച്ച് യോനി ഭാഗം കഴുകുന്നവരുമുണ്ട്. ഇത് നിങ്ങളെ രോഗം കൂട്ടാൻ കാരണമാകും. ലൈംഗിക ബന്ധത്തിലൂടെ പകരുന്നതല്ലാത്തതിനാൽ പങ്കാളിക്ക് ചികിത്സ വേണ്ട. മൂന്നാമതായി ട്രൈക്കോമോണോസ്. ഗർഭാശയമുഖം, യോനിമുഖം എന്നിവ ചുവന്ന നിറത്തിലാകുന്നതാണ് ഇതിന്റെ ലക്ഷണം. മഞ്ഞ കലർന്ന പച്ച സ്രവത്തിന് ദുർഗന്ധവും ഉണ്ടാകും. യോനി ഭാഗത്ത് ചൊറിച്ചിലും വേദനയും ഉണ്ടാകും. പകരാനിടയുള്ള രോഗമായതിനാൽ ഇത്തരം അണുബാധയിൽ നിർബന്ധമായും പങ്കാളിയെ കൂടി പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടി വരും. ഗർഭിണികളിൽ ട്രൈക്കോമോണിയാസിസ് വന്നാൽ മാസം തികയാതെയുള്ള പ്രസവത്തിനുള്ള സാധ്യതയും കൂടുതലാണ്. അതിനാൽ ഇതിലെ നാച്ചുറലായുള്ള ട്രീറ്റ്മെന്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, പ്രകൃതിദത്തമായ പ്രബയോട്ടിക് ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ളതാണ് നമ്മുടെ തൈര്. തൈരിൽ നല്ല ബാക്ടീരിയകൾ ശരീരത്തിന്റെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുകയും pH ബാലൻസ് നിലനിർത്തുകയും ചെയ്യുന്നുണ്ട്. ഇത് യോനി പ്രദേശത്തെ ബാക്ടീരിയ അല്ലെങ്കിൽ ഈസ്റ്റിന്റെ വളർച്ച തടയുന്നുണ്ട്. ശരീരത്തിന് പ്രകൃതിദത്ത ഗുണങ്ങൾ നൽകുന്നതിനുള്ള സ്വാഭാവിക സ്ഥിതി പുനഃസ്ഥാപിക്കുകയും ചെയ്യുന്നുണ്ട്. അതിനാൽ വീട്ടിൽ തന്നെ തയ്യാറാക്കിയ തൈര് നേരിട്ട് ബാധിത പ്രദേശങ്ങളിൽ പുരട്ടുക, അല്ലെങ്കിൽ തൈരിലേക്ക് ഒരു ടാമ്പോൺ മുക്കിയെടുത്ത് 20 മുതൽ 30 മിനിറ്റ് നേരം ഇത് ധരിക്കുക. തുടർന്ന് തണുത്ത വെള്ളത്തിൽ കഴുകുക. ഇതൊക്കെ മികച്ച ഫലങ്ങൾക്കായി പലരും ഉപയോഗിക്കാറുണ്ട്. ഇത് ദിവസത്തിൽ 2 തവണയെങ്കിലും ചെയ്യാം. അതുപോലെ തന്നെ ഇന്റിമേറ്റ് ഏരിയ വൃത്തിയായിരിക്കാൻ സഹായിക്കുന്ന തരത്തിലുള്ള അടിവസ്ത്രങ്ങളാണ് ധരിക്കേണ്ടത്. ഇത് പ്രധാനമാണ്. സ്വകാര്യ ഭാഗങ്ങൾ വൃത്തിയോടെ സൂക്ഷിക്കേണ്ടതും അനിവാര്യമാണ്. അടിവസ്ത്രം കോട്ടൺ മെറ്റീരിയലിന്റെ ആവുന്നതാണ് നല്ലത്.
വാഷ്റൂം പോകുന്ന വേളയിലെല്ലാം വെള്ളം ഉപയോഗിച്ച് സ്വകാര്യ ഭാഗം വൃത്തിയാക്കുക. തുടർന്ന് അവിടെ നനവില്ലാത്ത വിധം സൂക്ഷിക്കുക. ഇങ്ങനെ ചെയ്താൽ ഇൻഫെക്ഷൻ ഉണ്ടാകുന്നത് ഒരു പരിധിവരെ തടയാൻ സാധിക്കുന്നതായിരിക്കും.